നോറ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് വീണ്ടും മണ്ടത്തരം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിജോയാണ് ഈ പറയുന്നത്. സിജോയും അഭിഷേകം കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അവർ നോറേനെ പറ്റിയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ നോറയായിരുന്നു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകേണ്ടിരുന്നത്. അവൾ എടുക്കുന്നതായിരുന്നു ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. കാരണം അവൾ കഴിഞ്ഞ നോമിനേഷനിൽ ജസ്റ്റ് പോകാത്തതാണ്. ഡബിൾ എവിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ടും പോയേനെ എന്ന് അഭിഷേക് പറഞ്ഞു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിജോയും പറയുന്നുണ്ട്. സിജോ ഇങ്ങനെയാണ് പറയുന്നത്, തിരിച്ച് വീട്ടിലേക്ക് വീണ്ടും വന്നിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, വെറുതെ ഇരിക്കുക. വീണ്ടും അവൾ ഈ മണ്ടത്തരം തന്നെ കാണിക്കുന്നത്. അവള് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഉപയോഗിക്കുകയെന്നൊരു അഭിഷേക് പറയുന്നു. അത് വർക്കാവുന്നുണ്ട് എന്ന് അഭിഷേക് പറയുന്നുണ്ട്. അപ്പോൾ സിജോ പറയാണ് അത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ല, അത് മാറി നിൽക്കൽ സ്ട്രാറ്റജിയാണ്. നമ്മൾ ആരും അവളെ ഒറ്റപ്പെടുത്തുന്നില്ലല്ലോ, അവൾ തന്നെ ഒഴിഞ്ഞു മാറിപ്പോകുന്നതല്ലേ. അവളെ എന്തോ ഒരു കാര്യത്തിന് ഒരു സംസാരിച്ചാൽ വിളിച്ചാലും അവൾ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പൊ അഭിഷേകും പറയുന്നുണ്ട്, അതെ ഇന്നലെ അവളുടെ കൈ പോയ സമയത്ത് ഞാൻ അവളോട് 2 തവണ ചോദിച്ചു കൈക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ വെറും ഒരു വാക്കൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മുടെ അടുത്തേക്ക് നിന്ന് തരത്തില്ല. ചിലപ്പോൾ ക്യാമറയുടെ മുന്നിൽ പോയി പറയുന്നുണ്ടായിരിക്കും. അപ്പൊ സിജോ പറയുന്നുണ്ട്, ജനങ്ങൾ ഇതെല്ലാം കാണുന്നതല്ലേ, ജനങ്ങളെ അങ്ങനെ മണ്ടന്മാരാക്കാൻ പറ്റത്തൊന്നുമില്ല, ഇതെല്ലാം തന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് നോറേനെ പറ്റി അവരിങ്ങനെ പറയാണ്. സത്യം പറഞ്ഞാൽ അവർ പറയുന്നത് ശരിയാണ്. എന്തിനാണ് നോറ തിരിച്ചു കയറിയത്? വെറുതെ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ്. നോറ പണപ്പെട്ടി വന്നപ്പോൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ ചർച്ച ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞു. ഇവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണോ വരുന്നത് എന്നൊക്കെ പറഞ്ഞ്. അത് പണപ്പെട്ടി നോറ എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. പക്ഷെ അത് നോറയ്ക്ക് അത് ചിന്തിക്കാനുള്ള ബുദ്ധി കിട്ടിയില്ല. കാരണം ഓൾറെഡി വോട്ട് കുറഞ്ഞതിന്റെ പേരിൽ എവിക്റ്റ് ആയിക്കിട്ട് അതിന്റെ പിറ്റേ ദിവസമാണ് പണപ്പെട്ടി വന്നത്. സ്വാഭാവികമായിട്ടും അടുത്ത എവിക്ഷനിൽ പുറത്താകും എന്ന് ചിന്തിക്കാനുള്ള എന്നങ്ങനെ ചിന്തിച്ചില്ല. അല്ലെങ്കിൽ തിരിച്ചു കയറിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അവിടെ കാണിക്കാം. ഇത് അവിടെ വെറുതെ ഇരിക്കുകയാണ്, ഒരു കണ്ടന്റ് കൊടുക്കാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അവർ രണ്ടുപേരും പറയുന്നത് ശരി തന്നെയാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ? നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.